പരിശുദ്ധ ദൈവമാതാവ് നിരവധി തവണ പ്രത്യക്ഷപ്പെടുകയും ഒട്ടനവധി പേർക്ക് ദർശനവും സന്ദേശവും നൽകിയിട്ടുള്ളതായി നമുക്കറിയാം. എന്നാൽ യൗസേപ്പിതാവ് എപ്പോഴെങ്കിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതും അല്ലാത്തതുമായ യൗസേപ്പിതാവിൻ്റെ ദർശനങ്ങൾ ധാരാളമുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചിലതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. വിശുദ്ധ യൗസേപ്പിൻ്റെ ആദ്യത്തെ രേഖപ്പെടുത്തപ്പെട്ട പ്രത്യക്ഷീകരണം ഇറ്റലിയിലെ നൊവാര എന്ന പട്ടണം ഉപരോധിക്കപ്പെട്ട സമയത്ത് 1448 മാർച്ച് 19 ആണെന്ന് കരുതപ്പെടുന്നു. 1660 ജൂൺ 7 ഫ്രാൻസിലെ കോട്ട്ഞ്ഞാക്കിനടുത്തുള്ള മോണ്ട് ബെസിലോണിൽ ഗാസ്പാട്ട് എന്ന ഇടയന് ജോസഫ് എന്ന സ്വയം പരിചയപ്പെടുത്തിയ ഒരു മനുഷ്യൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടായെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സ്ഥലത്ത് ഒരു വലിയ പാറയുടെ അടിയിൽ നിന്നും ഒരു നീരുറവ പ്രത്യക്ഷപ്പെടുകയും അക്കാരണത്താൽ തന്നെ യൗസേപ്പിതാവിനോടുള്ള ഒരു പ്രാദേശിക ഭക്തി വളർന്നു വരാൻ ഇടയാകുകയും ചെയ്തു. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതിനാലാവാം 1661 മാർച്ച് 19 ലൂയി 14 രാജാവ് തൻ്റെ രാജ്യം വിശുദ്ധ യൗസേപ്പിന് സമർപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. അയർലൻഡിലെ നോക്ക് എന്ന സ്ഥലത്ത് 1879 ഓഗസ്റ്റ് 21 ഇടവക പള്ളിയിൽ ഒരു ദർശനമുണ്ടായതായി 15 പേർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദർശനത്തിൽ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പ്, സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ എന്നിവർ നിശബ്ദമായി നിൽക്കുന്നത് കണ്ടതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോർച്ചുഗലിലെ ഫാത്തിമയിൽ 1917 ഒക്ടോബർ 13 മാതാവ് അവസാനമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദർശനം ലഭിച്ചവരിൽ ഒരാളായ സിസ്റ്റർ ലൂസിയ യൗസേപ്പിതാവ് ശിശുവായ യേശുവിനും മാതാവിനുമൊപ്പം കണ്ടതായി സാക്ഷ്യപ്പെടുത്തുന്നു. 1994 മുതൽ പലതവണ ബ്രസീലിലെ ഇറ്റപ്പീരങ്ക എന്ന സ്ഥലത്ത് എഡ്സൺ ഗ്ലോബർ എന്ന ആൾക്ക് മാതാവും ഈശോയും യൗസേപ്പിതാവും പ്രത്യക്ഷപ്പെട്ടതായി പറയപ്പെടുന്നു. ഈ ദർശനങ്ങളിൽ യൗസേപ്പിതാവിനോടുള്ള ഭക്തിയും അതുമൂലം ലഭിക്കുന്ന കൃപകളും സംബന്ധിച്ച സന്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. യൗസേപ്പിതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ചില പൊതുവായ സവിശേഷതകൾ ഉണ്ടായിരുന്നത്രേ. പലപ്പോഴും നിശബ്ദനായാണ് യൗസേപ്പിതാവിനെ ദർശിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പലപ്പോഴും മാതാവിനും യേശുവിനോടും ഒപ്പമായിരുന്നതിനാൽ യൗസേപ്പിതാവിനോടുള്ള ആദരവും ഭക്തിയും കൂടുതൽ പ്രചരിക്കുകയുണ്ടായി. ഇക്കാരണം കൊണ്ട് തന്നെ തിരുക്കുടുംബത്തോടുള്ള ഭക്തി കൂടുതൽ വളരാനിടയായി. പരിശുദ്ധ മാതാവിനെ അപേക്ഷിച്ച് യൗസേപ്പിതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ വളരെ കുറച്ച് മാത്രമേ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും ക്രിസ്തീയ ചരിത്രത്തിലുടനീളം വിശുദ്ധ യൗസേപ്പിനോടുണ്ടായിരുന്ന വണക്കവും ഭക്തിയും മാധ്യസ്ഥ ശക്തിയിലുള്ള വിശ്വാസവും വളരാൻ ഈ ദർശനങ്ങൾ ഇടയാക്കി. വിശുദ്ധ യൗസേപ്പെ, അങ്ങ് അജയ്യമായ വിശ്വാസത്തോടും അചഞ്ചലമായ പ്രത്യാശയോടും കൂടിയ ഒരു ജീവിതമാണല്ലോ നയിച്ചിരുന്നത്. ഞങ്ങളും ക്രിസ്തീയമായ വിശ്വാസത്തിലും പ്രത്യാശയിലും ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അനുഗ്രഹം നൽകണമേ. അനുദിനം ഞങ്ങളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന തത്വസംഹിതകളെയും പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിലും പ്രത്യാശയിലും മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക. ദൈവത്തിലും ഈശോമിശിഹായിലുമുള്ള ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ വളരട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ.